വാമന സംസ്കാരത്തെ പെട്ടെന്നൊരു ദിവസം രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ആൾക്കാർ തിരുത്തുക എന്ന് പറഞ്ഞാൽ, തിരുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപഹാസ്യമാണ്. ശ്രീ പ്രദീപ് ജി, 3 കാര്യങ്ങൾ. ഒന്ന്, ഞാനൊരു ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച വ്യക്തിയാണ്. എനിക്ക് മഹാബലിയാണ്, എനിക്ക് മഹാബലി വാമനും ഒരേപോലെ പ്രധാനമാണ്. പക്ഷെ എനിക്ക് മഹാബലിയാണ് ഇഷ്ടം. മഹാബലി ഇനി ഒരിക്കൽ കൂടി ചവിട്ടിത്താഴ്ത്തുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സാങ്കേതികമായി ഇത് വാമന ജയന്തി തന്നെയാണ്, അതൊരു സത്യമാണ്. കാര്യം മഹാവിഷ്ണു ജനിച്ച തിരുവോണ നാളിലെ വാമന ജയന്തിയാണ്. ഇത് രണ്ടും ഒന്നാണ് എന്ന് കാണാതെ വാമന ജയന്തിയും മഹാബലിക്ക് അധികാരം നഷ്ടപ്പെടുന്നതോ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നതോ നാട് കടത്തപ്പെടുന്നതോ ദിവസം ഒന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ചരിത്ര പൗരാണിക യാഥാർത്ഥ്യമാണ്. അടുത്ത മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് മിത്ത് മാത്രമാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ ചരിത്രമാണ്. ഈ ചരിത്രത്തെക്കുറിച്ച് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രം പഠിക്കുന്നതിൽ ഏറ്റവും ക്രെഡിബിൾ ആയ സ്റ്റാൻഡ് പോയിന്റ് ഡോക്ടർ അംബേദ്കർ ആണ്. അംബേദ്കർ അദ്ദേഹത്തിന്റെ റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ അദ്ദേഹം എടുത്തു പറയുന്നു, ഈ അസുരാസ് എന്ന് പറയപ്പെടുന്നത് ഹ്യൂമൻ ഫാമിലിയാണ്, മോൺസ്റ്റേഴ്സ് അല്ല. അസുരന്മാർ, ദേവന്മാർ, ദാനവന്മാർ, കിന്നരന്മാർ, യക്ഷന്മാർ, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ മനുഷ്യ വൈവിധ്യങ്ങളാണ്. പലപ്പോഴും ചില ജാതീയമായ കാര്യങ്ങൾ കൊണ്ട് ഇവർ മോശമായി ചിത്രീകരിക്കപ്പെട്ടതാണ്. അപ്പോൾ ചരിത്രത്തിൽ മഹാബലിക്കും വാമനനും ഉണ്ടായിരുന്ന പഴയ കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഇന്നത്തെ അവസ്ഥയിൽ അവ രണ്ടും നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ഇതിനെ മഹാബലി വേഴ്സസ് വാമനൻ എന്നല്ല, മഹാബലി പ്ലസ് വാമനൻ എന്ന് കണ്ടുകൊണ്ട്, മഹാബലിയും വാമനനും നമ്മുടെ ചരിത്രത്തിന്റെ പൊതു പൈതൃകങ്ങളാണെന്ന് കണ്ടുകൊണ്ട് അംബേദ്കറുടെ ലൈനിൽ ഇവരെ കുറിച്ച് ചരിത്രാന്വേഷണം വേണം. ചരിത്രത്തിന്റെ സ്റ്റാൻഡ് പോയിന്റിൽ ഇവർ എന്താണ്? BC 2000 മുമ്പ് ലോകമില്ല എന്ന് കരുതിയിരുന്ന ബ്രിട്ടീഷുകാർ പണ്ട് നടന്നതെല്ലാം മിത്തോളജിയും മിത്തുകളും മാത്രമാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരെ കെട്ടുകഥ വൽക്കരിക്കാതെ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ വൈവിധ്യമാർന്ന ചരിത്രത്തിന്റെ ഒരു എലിമെന്റിലേക്ക് പോകണം. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നിരീക്ഷണം കറക്റ്റാണ്, ഒരു കാസ്റ്റ് കോൺഫ്ലിക്ട് അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്ന് പറയുന്ന പോലെ ബ്രാഹ്മിൺ വേഴ്സസ് ദളിത് അല്ല, ബ്രാഹ്മിൺ വേഴ്സസ് ക്ഷത്രിയയാണ്. അതാണ് 1922 പുസ്തകത്തിൽ അംബേദ്കർ ഹൂ വെയർ ശൂദ്രാസിൽ പറയുന്നത്. അംബേദ്കർ പറയുന്നു, ഞാനൊരു ആര്യനാണ്, പക്ഷേ ഞങ്ങളുടെ ക്ഷത്രിയ സമൂഹം ബ്രാഹ്മണ സമൂഹമായി ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ താഴ്ന്നു പോയി. ആര്യ അധിനിവേശ സിദ്ധാന്തം തെറ്റാണ്, ഞങ്ങളെല്ലാം ഒരു വംശമാണ്. അതായത് ഈ ബൗദ്ധികത തന്നെയാണ് CPM ഏറ്റുപിടിക്കുന്നത്. താങ്കളുടെ ഇതിൽ എനിക്ക് തോന്നുന്നത് മഹാബലി എന്നും വാമനൻ എന്നും പറയുമ്പോൾ വെറും മഹാബലി വാമനൻ എന്നുള്ളതല്ല CPM-ന്റെ ബൗദ്ധികത. അവിടെ ഒരു ദളിത് പരിപ്രേക്ഷ്യം അതൊരു രാഷ്ട്രീയമാണ്. വളരെ ബഹുമാനത്തോടെ CPM-ന്റെ ബൗദ്ധികതയെ ആദരിച്ചുകൊണ്ട് പറയട്ടെ, CPM-ന്റെ ഇന്നത്തെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വാമനൻ എന്ന് പറയുന്നത് മോഹൻ ഭഗവത്ജിയും മഹാബലി എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയനുമാണ്. അപ്പൊ ആ രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് പോകണ്ട. ആ രാഷ്ട്രീയത്തിനപ്പുറം ഇതിന് സത്യസന്ധമായ അക്കാഡമികമായ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. അത് പഠിക്കാൻ ഒരു വരി കൂടി നമ്മുടെ MGS നാരായണൻ സാറിനെയും ഇപ്പുറത്ത് KN പണിക്കർ സാറിനെയും രാജൻ ഗുരുക്കൾ സാറിനെയും MG ശശിഭൂഷണെയും മലയങ്കീഴ് ഗോപാലകൃഷ്ണനെ പോലുള്ളവരെ വെച്ച് നമുക്ക് മഹാബലിയെ ചരിത്രത്തിൽ അന്വേഷിക്കണം. എല്ലാ വർഷവും മഹാബലി നമ്മളെ അന്വേഷിച്ചാണ് വരുന്നത്. ഈ വർഷമെങ്കിലും നമ്മൾ മഹാബലിയെയും മിസ്റ്റർ ബലിയുടെ ചരിത്രത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഇങ്ങനെ ചരിത്രം അന്വേഷിക്കുക എത്രമാത്രം പ്രാമുഖ്യത്തോടെയാണ് പറയുന്നത്. EMS-ന്റെ കാലഘട്ടം മുതൽ ഒന്ന് നോക്കൂ. ഹൈന്ദവ സംസ്കാരത്തെ, രാഹുൽ, ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല, CPM-കാരും യോജിക്കും അക്കാര്യത്തിൽ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ EMS-ന്റെ കാലം മുതൽ ഹൈന്ദവ സംസ്കാരത്തെ ഏതൊക്കെ രീതിയിലാണ് കേരള സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്? രാഹുൽ ഈശ്വർ പറയുന്നത് പുതിയ പാഠങ്ങൾ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല, വെറുതെ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പോവുക. മഹാബലി കേരളീയരെ തേടി വരുന്നതിനപ്പുറത്തേക്ക് മഹാബലിയെ തേടുന്ന ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് ഈ വിശ്വാസം മാറുന്നു. അങ്ങനെ മാറ്റപ്പെടേണ്ടതല്ലേ? EMS-നെ ഒക്കെ തൊട്ട് കണക്കാക്കിയാൽ ഇതിനൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് അംബേദ്കറിനെ കോട്ട് ചെയ്തത്. അതായത് പണ്ട് 2 വംശങ്ങൾ അല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ദേവാസ് ആൻഡ് അസുരാസ്. ഇവരിപ്പോ ഉദാഹരണം ഇറാന്റെ ചരിത്രം എടുത്താൽ ദേവൻ എന്ന് പറഞ്ഞാൽ മോശക്കാരനാണ്, അസുരൻ എന്ന് പറഞ്ഞാൽ നല്ലവനാണ്. അതുകൊണ്ടാണ് അവരുടെ ദൈവം അഹുർ മസ്ദ അസുർ മേധയൊക്കെ ഉണ്ടാകും. ഈ വിഭാഗങ്ങൾ പലതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്രത്തിന്റെ മേലിൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ പുരാണം ഉണ്ടാകുന്നത്. 2, ഞാൻ കടുത്ത ഹിന്ദുത്വവാദിയാണ്. പക്ഷെ ശശികല ടീച്ചർ സാമ്രാജ്യത്വം എന്ന വാക്ക് ഉപയോഗിച്ച് ശരിയായില്ല. ടീച്ചറിനെ പേഴ്സണലി വിളിച്ച് തന്നെ ഒന്നെങ്കിൽ അത് പിൻവലിക്കണമെന്നോ പരിഷ്കരിക്കണമെന്നോ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഹാബലിയെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ ബലിരാജ മിസ്റ്റർ ബലി എന്ന വീരോചനന്റെയും ദേവാംബയുടെയും മകനായി പിറന്ന പ്രഹ്ലാദന്റെ കൊച്ചുമകനായ ബാണന്റെ അച്ഛനായ വിന്ധ്യാവലിയുടെ ഭർത്താവായ ദക്ഷിണ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന രാജാവിനെ കുറിച്ച് പറഞ്ഞത് ശരിയായില്ല. ഇതിലൊരു ഇൻഹറന്റ് കമ്മ്യൂണിറ്റി ക്ലാഷ് ഉണ്ട്. അത് നമ്മൾ ഡിനേ ചെയ്തിട്ട് കാര്യമില്ല. ഇത് 2 വിഭാഗങ്ങളാണ്. ഒന്ന് അതിൽ ലെഫ്റ്റ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്നല്ല, ഇടതുപക്ഷ വായനയിൽ ഇത് മുഴുവൻ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ ഭാരത സമൂഹത്തെ ജാതികളായി
വിഭജിക്കുന്ന ഒരു ആംഗിൾ എടുക്കുകയും ഒരു തീവ്ര വലതിലേക്ക് പോയാൽ ഇതെല്ലാം ഒരു ഏകശിലാരൂപമാക്കുകയും ചെയ്യും. ഇത് രണ്ടിൽ നിന്നും വിഭിന്നമായി ഒരുപാട് വിഭാഗീയത ഉണ്ടെങ്കിലും ഇതിനൊരു കോമൺ ത്രെഡ് ഉണ്ട്. അതൊക്കെയാണ് അംബേദ്കറിന്റെ ലൈൻ. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറ്റിയ മിസ്റ്റേക്ക് ആ അംബേദ്കറിന്റെ ലൈനിന് ശക്തി പകർന്നില്ല എന്നാണ്. വളരെ ആഴത്തിൽ അംബേദ്കർ ഇത് പഠിച്ചിട്ടുണ്ട്, വിഭാഗീയതകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ശ്രീ റഹീംജി തന്നെ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ RSSന്റെ കേന്ദ്രീകൃതം ഞങ്ങൾക്ക് വിയോജിപ്പാണ്. കാര്യം ഞങ്ങൾ അവര് കാണുന്ന വൈദിക് ലൈൻ ഉള്ളവരല്ല, ഞങ്ങൾ വേറൊരു താന്ത്രിക് ലൈൻ ഉള്ളവരാണ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ആണ്, അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഈ വരി ശരിക്കും പറയേണ്ടത് ഇവിടെ ഉള്ള ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അംബേദ്കർ സ്പേസുകളാണ്. പലപ്പോഴും അവർ എടുക്കുന്നില്ല. രസകരമായ 2-3 വരികൾ പറയാം, കൂടുതൽ വ്യാഖ്യാനങ്ങൾ നിൽക്കുന്നില്ല. ദേവഗതൻ അല്പതയോ വാമനത്വമാർന്നു, ഭൂമിൽ വന്ന മന്നവനെ വൻ ചതിയിൽ വെന്നു, പോരിലല്ല ചതിയിൽ വീണ ശുദ്ധതയെ പറ്റി ഓണവില്ല് കൊട്ടി നമ്മൾ എത്ര വട്ടം പാടി തുടങ്ങിയ വരികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെ ഡിനേ ചെയ്യണ്ട. പക്ഷേ മഹാബലിയെ വാമനനെയും പരസ്പരം യുദ്ധം ചെയ്യിക്കാതെ രണ്ടുപേരും നമ്മുടേതാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നമുക്ക് പഠിക്കാനാകണം. നിഷ്പക്ഷമായ ചരിത്രാന്വേഷണം വേണം. ഞാൻ മഹാവിഷ്ണുവിന്റെ ഭക്തനാണ്, വാമനന്റെ ഭക്തനാണ്. പക്ഷെ ഇനിയും മഹാബലിയെ താഴ്ത്താൻ, ചവിട്ടി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, താഴ്ത്താൻ ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ അംബേദ്കറിന് ശേഷവും നടക്കില്ല. അംബേദ്കറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെപ്പോൾ ഒരുപാട് പേര് എതിർക്കാൻ കാണും.